ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പി ഹാക്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് എങ്ങനെ വളരെ ഈസി ആയിട്ടൊരു മട്ടൺ കറി ഉണ്ടാക്കാമെന്നാണ്. ഇത് നല്ല ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതിന് മുന്നായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ എല്ലാ ആഴ്ചയും പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി നിങ്ങൾ ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ ബട്ടൺ തന്നെ ക്ലിക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി, പിന്നെ സവാള. ആദ്യം ഇത്രയും സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ഒരു പാൻ വെച്ചിട്ട് നമുക്കതിൽ എണ്ണ ചൂടാക്കി എടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഏത് എണ്ണയാണോ അത് തന്നെ ഉപയോഗിക്കാം. എണ്ണ ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ആ ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 200 ഗ്രാം മട്ടനാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ അളവിലാണ് ഞാൻ ബാക്കി സാധനങ്ങളെല്ലാം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു മീഡിയം സൈസ് ഇഞ്ചിയും ഒരു 5 വെളുത്തുള്ളിയും ചോപ്പ് ചെയ്തതാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് ചേർക്കാം. അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇവിടെ ഞാനൊരു 15 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയുള്ളി 2ആയിട്ട് മുറിച്ചത് അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതൊന്നും വാടി വരുന്നവരെ എണ്ണയിലിട്ട് വഴറ്റിയെടുക്കണം. ചെറിയ ഉള്ളിക്ക് വേവ് കൂടുതലായതുകൊണ്ടാണ് ഞാൻ ചെറിയ ഉള്ളി നേരത്തെ ചേർത്തത്. സവാള പെട്ടെന്ന് വേവെന്നുള്ളതുകൊണ്ട് അത് പതുക്കെ ചേർത്താൽ മതി. ചെറിയ ഉള്ളി നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ ചെറിയുള്ളിയും സവാളയും നന്നായിട്ട് വഴണ്ട് വന്നാൽ തന്നെ കറിക്കൊരു നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഉള്ളി നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉള്ളി നന്നായിട്ട് എണ്ണയൊക്കെ ഇടുന്ന് വഴണ്ട് വരട്ടെ. എന്നിട്ട് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ടൊമാറ്റോ എടുത്ത് വെച്ചിട്ടുണ്ട്. ടൊമാറ്റോ ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്. ഇവിടെ എനിക്ക് ഒരു ടൊമാറ്റോയുടെ ആവശ്യമുള്ളൂ. 200 ഗ്രാം മട്ടൺ ആയതുകൊണ്ട് ഒരു ടൊമാറ്റോ ഞാൻ ചേർക്കുന്നുള്ളൂ. അപ്പോൾ അത് ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല. മസാല ചേർത്തിട്ട് അവസാനമായിട്ട് ചേർത്ത് കൊടുക്കാം. പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെയും 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എനിക്ക് വളരെ കുറച്ച് എരിവ് മതി, അതുകൊണ്ടാണ് ഞാൻ കാശ്മീരി ചില്ലി ഉപയോഗിച്ചത്. നിങ്ങൾക്ക് സാധാരണ മുളക് പൊടി ഉപയോഗിക്കാം. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി ആകുമ്പോൾ കുറച്ചുകൂടെ നിറവും കിട്ടും. സാധാരണ മുളക് ചേർത്ത കറിക്ക് ഇത്ര കളറുണ്ടാവില്ല. മട്ടൺ കറിക്ക് അധികം കളറിൻ്റെ ആവശ്യമില്ല.
ഇനി നമുക്ക് ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. ഞാനൊരു ചെറിയൊരു ടൊമാറ്റോ ആണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമണക്ക് മാറി ഇതെല്ലാം ഒന്ന് മിക്സായി വരുമ്പോഴത്തേക്കും നമുക്ക് 200 ഗ്രാം മട്ടൺ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇത് നന്നായിട്ട് ഉപ്പിട്ട് കഴിക്കിയ മട്ടണാണ്, ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മട്ടൺ വിനീഗർ ഉപയോഗിച്ച് ചിലർ കഴുകും. ഞാനിവിടെ ഉപ്പിട്ടാണ് കഴുകിയിട്ടുള്ളത്. വിനീഗർ ഉപയോഗിച്ച് കഴുകുന്നവരുണ്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വിനീഗർ ഉപയോഗിച്ച് കഴുകിയ ഒരു നാടൻ ടേസ്റ്റ് കിട്ടില്ല. വിനീഗറിൻ്റെ ഒരു ഫ്ലേവർ ഇതിലുണ്ടായിരിക്കും. അതുകൊണ്ട് ഞാനിവിടെ ഉപ്പ് മാത്രം ഉപയോഗിച്ചാണ് കഴുകിയിട്ടുള്ളത്. ഇതൊന്ന് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് 1 ഗ്ലാസ് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് അടച്ചു വയ്ക്കാം. ചൂടുവെള്ളം തന്നെ ഒഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് ഒരു 4-5 വിസിൽ വരെ വെയിറ്റ് ചെയ്യാം. എനിക്കിവിടെ ഒരു 5 വിസിലിൽ കറി റെഡിയാവും. നിങ്ങളുടെ കുക്കറിൻ്റെ ഇതനുസരിച്ച് നിങ്ങൾ വിസിൽ നോക്കി ഒരു 4 വിസിൽ മിനിമം ആവശ്യം വരും. 4 വിസിലൊക്കെ ഇട്ടിട്ട് വെന്തില്ലാന്ന് തോന്നുകയാണെങ്കിൽ ഒന്നും കൂടെ വേവിച്ചാൽ മതി. എനിക്കിപ്പോൾ ഇവിടെ ഒരു 5 വിസിലിൽ റെഡി ആയിട്ടുണ്ട്. എൻ്റെ മട്ടൺ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിലാണ് ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെ, വെളിയിൽ നിന്ന് പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല. കുക്കറിൽ തന്നെ ഫുള്ളായിട്ട് ചിലർ മട്ടൺ ആദ്യം വേവിച്ചിട്ട് മസാല പ്രത്യേകം ഉണ്ടാക്കിയിട്ട് മിക്സ് ചെയ്ത് ഉണ്ടാക്കും. ഞാനിവിടെ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ ഇതെല്ലാം ഒന്നിച്ചാണ് ചെയ്തിട്ടുള്ളത്. ബാച്ചിലേഴ്സിനും ഓഫീസ് ഗോയിങ് ആയിട്ടുള്ളവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുക്കറിൽ തന്നെ നമുക്ക് അടിപൊളി മട്ടൺ കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു നാടൻ ഫ്ലേവറിന് വേണ്ടി തേങ്ങയും കടുകും കൂടെ ഇട്ട് താളിക്കാൻ പോവാണ്. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ട് എണ്ണ ഒഴിക്കാം. വളരെ കുറച്ച് എണ്ണയെ ഉപയോഗിക്കുന്നുള്ളൂ. അത് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്ത് തേങ്ങ ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് നല്ല ബ്രൗൺ കളർ ആവുന്നവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. നല്ല മണം വരുന്നുണ്ട്. നന്നായിട്ട് തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇറക്കി വെച്ചിട്ട് നമ്മുടെ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. നാടൻ മട്ടൻ കറിക്ക് വേണ്ടിയിട്ടാണ് ഇത് ചേർത്തത്. തേങ്ങ ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അതൊരു പ്രത്യേക ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത്. അപ്പോൾ നമ്മുടെ മട്ടൻ കറി ഇവിടെ തയ്യാറാണ്. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവർക്കും കുക്കറിൽ തന്നെ പെട്ടെന്ന് മട്ടൻ കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരുപാട് സ്റ്റെപ്സ് ഒന്നും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ വേണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.